ഹായ് ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി വിത്ത് മീ എന്നല്ല കേട്ടോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനും ധാർമ്മയും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം നിങ്ങളോട് ഞങ്ങൾ നിൽക്കാൻ പോകുന്ന കാര്യം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, കുറേ നാളെ വീട്ടിലെല്ലാം പോയിട്ട് ഏട്ടൻ വന്നതിന് ശേഷം ഏട്ടൻ വന്നപ്പം പോയതാ, പിന്നെ പോയിട്ടില്ല. അപ്പം കരുതി ഞാൻ പോകാമെന്ന്. ഞാൻ മാത്രം പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ധാർമ്മി പറഞ്ഞു ഞാനും വരുന്നു പറഞ്ഞ് ഭയങ്കര കുഴപ്പാക്കിയായിരുന്നു. പിന്നെ ഓളെയും കൂടി കൂട്ടി. അതാ ഓളിതാ തുള്ളിച്ചാടി പോകാൻ വേണ്ടി ബാഗെല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരോടും കൂടി ടാറ്റയെല്ലാം പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനിയൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന്. എൻ്റെ അനിയനെ ഞാൻ കാണിച്ചപ്പോൾ എന്ത് നാന്നടി കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കലമ്പുന്ന ഉണ്ടായത്. ഓന് ഭയങ്കര മടിയാണ്. ഓൻ വീഡിയോ എല്ലാം എടുക്കും, പോസ്റ്റ് ചെയ്യും. പക്ഷേങ്കിൽ എൻ്റെ ഇതിനകത്ത് എടുക്കുന്നത് ഓനിഷ്ടമല്ല. രാവിലെ ഉച്ചക്കും ഭയങ്കര ഡയറ്റാണ്. വൈകുന്നേരം ആകുമ്പോൾ കാണുന്നില്ലേ ഇങ്ങനെയുള്ളതെല്ലാം കഴിച്ചിട്ട് നല്ല ഡയറ്റാണ്. അങ്ങനെ അവിടുന്ന് ചായയെല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിന്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ആരുമില്ല, അമ്മ ജോലിക്ക് പോകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് കുറേ നേരം ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിന്. പക്ഷേ മീൻ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്ന വഴി. ഇത് നമ്മളെ സ്ഥലമാണ് കാനാമ്പുഴ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. ഇത് 1 വർഷമല്ല, മീൻസ് എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ, എല്ലാവരും ഇങ്ങനെ വരാനും അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനെല്ലാം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്ക് ഉണ്ടാവുക. ഒരുപാട് എന്താ പറയുക, എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന് ഒരു ലൈറ്റ് ചായയെല്ലാം കുടിച്ച് അവിടെയുള്ള അച്ചച്ചന്മാരൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആകുമ്പം. അപ്പോൾ അവരോടൊക്കെ 2 വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡിലെ എല്ലാ വിഷമങ്ങളും നമ്മൾ അവിടെ നിന്ന് മറന്നു പോകും. അത്രയും സമാധാനപരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇപ്പം നിലവിൽ ആരും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും അത്രയും നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാണ്ട് അവിടെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ തന്നെ ഇട്ടിട്ട് എല്ലാവരും ആ സ്ഥലത്തിന് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനിടയിൽ അർജുൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന്, അപ്പോൾ ഇവനോട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തെന്ന് ഞാൻ പറയുന്നതിൻ്റെതാണ് ഇപ്പോൾ കണ്ടത് വെച്ചും. അങ്ങനെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞത് അവനോട് ഞാൻ ഇതെല്ലാം വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. ഓൻ എടുക്കുന്ന രീതി ശരിയല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ ഓൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത്. ഇത് ചേറുമരമാണ്. അങ്ങനെ നമ്മൾ പിന്നെ മീൻ പിടിക്കാൻ വിചാരിച്ചപ്പോൾ ചൂണ്ടയില്ല. അപ്പം പിന്നെതാ അവൻ്റെ വീട്ടിൽ ചൂണ്ടയുണ്ടോണ്ട് അവൻ്റെ പറഞ്ഞയച്ച് ചൂണ്ടയും എടുത്തിട്ട് വന്ന് അങ്ങനെ ചൂണ്ട കിട്ടിയ സന്തോഷത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഓടലാണ് നമ്മൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പ്രക്രിയകളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള മൈദ കുഴച്ച് എന്നിട്ട് അതിന് തീറ്റ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് മീൻ പിടിക്കേണ്ടത്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ മീൻ പിടിച്ചിട്ടില്ല. അപ്പം എനിക്കൊരാഗ്രഹം, ഒന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കണം എന്നുള്ള എന്താണെന്നറിയില്ല, ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് ഒരിക്കൽ ആക്കിത്താടാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്. തോട്ടിൽ കുറേ മീനുണ്ട്, പക്ഷെ കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ അറിയണം. പ്രത്യേകിച്ച് ഞാനിട്ട ചൂണ്ടയിലകത്ത് മീൻ കുളത്തിയോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇവിടുന്ന് കുറേ ശ്രമിച്ചപ്പം പിന്നെ പറഞ്ഞു ഇവിടുന്ന് കിട്ടില്ല, നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് എടുക്കാം, അവിടെ ഇഷ്ടം പോലെ മീനുണ്ട്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ പിന്നെ അതിനിടയിൽ ക്യാമറ ഞാൻ അർജുൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞാൽ നീ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെതാണ് ഈ കാണുന്നത്. ബാക്കി നിങ്ങൾ കണ്ടോ? മീനെ പിടിക്കുന്നതാ ഇതാണ് മൈദ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റേ ഇതാക്കുക. അപ്പം നമ്മൾ ആട്ടുണ്ടാക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി മീൻ പിടുത്തേക്ക് കിടക്കാം. അങ്ങനെ ചൂണ്ടയെല്ലാം സെറ്റാക്കി വന്ന് ഫുഡെല്ലാം കൊളുത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഐശ്വര്യം എന്ന് പറയട്ടെ, മൈദ ഇട്ടുകൊടുത്ത് മൈദ കൊത്തിയിട്ട് പോയതല്ലാണ്ട് ഒരൊറ്റ മീൻ വരെ ഞാനിട്ട ചൂണ്ടയിൽ കൊളുത്തിയില്ല. അങ്ങനെ പിന്നെ ആദിശ് വന്നു, അതും അർജുൻ്റെ വേറൊരു ഫ്രണ്ടാണ്. ആദിശ് വന്നിട്ടും ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല. പണ്ടത്തെ പോലെയല്ല, മീനെല്ലാം നല്ല ബുദ്ധി വെച്ച് എങ്ങനെ ചൂണ്ടയിൽ കൊളുത്തപ്പെടാണ്ട് എങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് മൈദ കഴിച്ചു പോവാന്നുള്ളതെല്ലാം പഠിച്ചു പോയി. കോൺഫിഡന്റാ? ഷുവർ? അങ്ങനെ അവനും തോറ്റ് പിൻവാങ്ങി.
ആര് വിചാരിച്ചിട്ടും ഒരു ആളിട്ട ചൂണ്ടയിൽ പോലും മീൻ കൊളുത്തുന്നില്ല. പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചു, മീനും കിട്ടുന്നില്ല. പിന്നെ ഏകദേശം സമയമായി. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകാം. ഇനി ആടെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ഒപ്പിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പം അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ